ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PYQ സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 10/2023 അറ്റൻഡർ പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. നമ്മൾ കഴിഞ്ഞ ദിവസം 52 ക്വസ്റ്റ്യൻസ് വരെയാണ് ചെയ്തത്. അപ്പോൾ ഇന്ന് 53 മുതലുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, 53ാമത്തെ ചോദ്യം നോക്കാം. വിറ്റാമിൻ എയെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. 1. വിറ്റാമിൻ എയുടെ രാസനാമം റെറ്റിനോൾ ആണ്. 2. വിറ്റാമിൻ എയുടെ അഭാവം മൂലം മനുഷ്യരിൽ നിശാന്തത എന്ന രോഗം ഉണ്ടാകുന്നു. ഇവയിൽ ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. അപ്പോൾ വിറ്റാമിൻ എയെ കുറിച്ച് ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് ചോദിച്ചേക്കുന്നത്. നോക്കിയേ, 2 സ്റ്റേറ്റ്മെന്റ് ശരിയാണ് അല്ലെ. വിറ്റാമിൻ എയുടെ രാസനാമം റെറ്റിനോൾ ആണ്. വിറ്റാമിൻ എയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണേത് നിശാന്തത. അപ്പോൾ 2 സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ആൻസർ ഓപ്ഷൻ സി. 1ഉം 2ഉം ശരിയാണ്. ഈ നിശാന്തത പോലെ തന്നെ വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലം കോർണിയ വരണ്ട ആധാര്യമായി തീരുന്ന അവസ്ഥയാണ് എന്ത്? സിറോഫ്താൽമിയ എന്ന് പറയുന്നത്. വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലം കോർണിയ വരണ്ട് അധാര്യമായി തീരുന്ന അവസ്ഥയാണ് എന്ത്? സിറോഫ്താൽമിയ. പ്രോ വൈറ്റമിൻ എ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തു ഏതാണ്? പ്രോ വൈറ്റമിൻ എ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തു അത് ബീറ്റ കരോട്ടിൻ ആണ്. ബീറ്റ കരോട്ടിൻ. കരളിൽ സംഭരിക്കുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ എ. കരളിൽ സംഭരിക്കുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ എ ആണ്. അതുപോലെ പ്രതിരോധ കുത്തിവയ്പ്പിനൊപ്പം കുഞ്ഞിന് നൽകുന്ന വിറ്റാമിൻ ഏതെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരവും വിറ്റാമിൻ എ ആണ്. പ്രതിരോധ കുത്തിവയ്പ്പിനൊപ്പം കുഞ്ഞിന് നൽകുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ എ. 54ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയുടെ പേരെന്താണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ്? സ്റ്റേപ്പിസ്. ഓപ്ഷൻ എ, സ്റ്റേപ്പിസ് ആണ് ഉത്തരം. നമുക്ക് അസ്ഥികളും പേരുകളും ഒന്ന് നോക്കിയാലോ. തോളിലെ അസ്ഥികളാണ് ഏതൊക്കെ? സ്കാപ്പുലയും ക്ലാവിക്കിളും. തോളിലെ അസ്ഥികൾ ഏതൊക്കെയാണ്? സ്കാപ്പുല, ക്ലാവിക്കിൾ. മാറല്ലാണ് സ്റ്റേണം. മാറൽ എന്താണ്? സ്റ്റേണം. വാരിയെല്ല് റിബ്സ്. വാരിയെല്ല് റിബ്സ്. കീഴ്ത്താടിയെല്ലാണ് മാൻഡിബിൾ. കീഴ്ത്താടിയെല്ല് മാൻഡിബിൾ. മേൽത്താടിയെല്ലാണ് മാക്സില. മേൽത്താടിയെല്ല് ഏതാണ്? മാക്സില. ചെവിയിലെ അസ്ഥികൾ ഏതൊക്കെയാണ്? മാലിയസ്, ഇൻഗസ്, സ്റ്റേഫിസ്. ചെവിയിലെ അസ്ഥികളാണ് മാലിയസ്, ഇൻഗസ്, സ്റ്റേപ്പിസ്. ഈ സ്റ്റേപ്പിസ് ആണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി എന്ന് പറയുന്നത്. ഇനി തൊണ്ടയിലെ അസ്ഥിയാണ് ഹയോയിഡ്. തൊണ്ടയിലെ അസ്ഥി ഏതാണ്? ഹയോയിഡ്. ഭുജാസ്ഥി അഥവാ അപ്പർ ആം ആണ് ഹ്യൂമറസ്. ഭുജാസ്ഥി അഥവാ അപ്പർ ആം ആണ് ഇത് ഹ്യൂമറസ്. കണങ്കയിലെ അസ്ഥി അഥവാ ഫോർ ആം. കണങ്കയിലെ അസ്ഥി അഥവാ ഫോർ ആം ആണ് റേഡിയസും അൾനയും. ഏതൊക്കെയാണ് ഫോർ ആമുകള്? റേഡിയസും അൾനയും. മണിബന്ധത്തിലെ അസ്ഥി അഥവാ റിസ്റ്റിലെ അസ്ഥിയാണ് ഏത്? കാർപ്പൽസ്. റിസ്റ്റിലെ അസ്ഥിയാണ് കാർപ്പൽസ്. കൈപ്പത്തിയിലെ അസ്ഥിയാണ് മെറ്റാകാർപ്പൽസ്. റിസ്റ്റിലെ അസ്ഥി കാർപ്പൽസും കൈപ്പത്തിയിലെ അസ്ഥി മെറ്റാകാർപ്പൽസും ആണ്. ഇനി കൈവിരലിലെ അസ്ഥിയാണിത് ഫലാഞ്ചസ്. തുടയിലെ അസ്ഥി ഫീമർ. തുടയിലെ അസ്ഥി ഏതാണ്? ഫീമർ. തുടയിലെ അസ്ഥി ഫീമർ. ഇനി കാൽമുട്ടിലെ അസ്ഥിയാണ് പാറ്റല്ല, അതായത് മുട്ടുചിരട്ട. കാൽമുട്ടിലെ അസ്ഥിയാണ് ഏത്? പാറ്റല്ല. കണങ്കാലിലെ അസ്ഥിയാണ് ടിബിയയും ഫിബുലയും. കണങ്കാലിലെ അസ്ഥിയാണ് ഏത്? ടിബിയ, ഫിബുല. കാൽക്കുഴയിലെ അസ്ഥി ടാർസെൽസ്. കാൽക്കുഴയിലെ അസ്ഥി ടാർസെൽസ്. കാൽപാദത്തിലെ അസ്ഥി മെറ്റാടാർസെൽസ്. കാൽക്കുഴയിലെ അസ്ഥി ടാർസെൽസ്. കാൽപാദത്തിലെ അസ്ഥി മെറ്റാടാർസെൽസ്. കാൽവിരലുകളിലെ അസ്ഥിയും ഫലാഞ്ചസ് തന്നെയാണ്. കൈവിരലുകളിലെ ആയാലും കാൽവിരലുകളിലെ ആയാലും അസ്ഥിയുടെ പേരെന്താണ്? ഫലാഞ്ചസ്. ഇടുപ്പിലെ അസ്ഥിയാണ് പെൽവിസ്. ഇടുപ്പിലെ അസ്ഥി ഏതാണ്? പെൽവിസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 55ാമത്തെ ക്വസ്റ്റ്യൻ. കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ്? കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം മണ്ണുത്തി, തൃശ്ശൂരിലെ
മണ്ണുത്തിയാണ് അല്ലെ, ഓപ്ഷൻ സി. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം എവിടെയാ? അത് ശ്രീകാര്യം, തിരുവനന്തപുരത്തെ ശ്രീകാര്യമാണ് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം. ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രമാണ് കോഴിക്കോട്. ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം, സ്പൈസസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? കോഴിക്കോട്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡാണ്. കാസർഗോഡ് ജില്ലയിലെ കുടുലു ആണ് ശരിക്കും. എവിടെയാണ്? കാസർഗോഡ് ജില്ലയിലെ കുടുലു. ഏത്തവാഴ ഗവേഷണ കേന്ദ്രം കണ്ണാറ. ഏത്തവാഴ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കണ്ണാറ. പുൽത്തൈല ഗവേഷണ കേന്ദ്രം ഓടക്കാലി. പുൽത്തൈല ഗവേഷണ കേന്ദ്രം എവിടെയാണ്? ഓടക്കാലി. ഇനി കുരുമുളക് ഗവേഷണ കേന്ദ്രം എവിടെയാണ്? കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂരാണ്, കണ്ണൂർ ജില്ലയിലെ പന്നിയൂർ. ഇഞ്ചി ഗവേഷണ കേന്ദ്രം അമ്പലവയൽ. ഇഞ്ചി ഗവേഷണ കേന്ദ്രം എവിടെയാണ്? അമ്പലവയൽ. കൈതച്ചക്ക ഗവേഷണ കേന്ദ്രങ്ങള് തൃശൂർ ജില്ലയിലെ വെള്ളാനിക്കരയിലും ഉണ്ട്, എറണാകുളത്ത് വാഴക്കുളത്തും ഉണ്ട്. കൈതച്ചക്ക ഗവേഷണ കേന്ദ്രങ്ങൾ എവിടെയൊക്കെയാണ്? തൃശ്ശൂരില് വെള്ളാനിക്കരയും എറണാകുളത്ത് വാഴക്കുളവും. നെല്ല് ഗവേഷണ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? നെല്ല് ഗവേഷണ കേന്ദ്രങ്ങൾ വൈറ്റില, പട്ടാമ്പി, കായംകുളം, മങ്കൊമ്പ്. എവിടെയൊക്കെയാണ്? വൈറ്റില, പട്ടാമ്പി, കായംകുളം, മങ്കൊമ്പ്. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടയത്താണ്. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടയത്ത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 56ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ ആദ്യ ഇക്കോ ടൂറിസം പദ്ധതി. ഇന്ത്യയിലെ ആദ്യ ഇക്കോ ടൂറിസം പദ്ധതിയാണ് ഏത്? തെന്മല. ഓപ്ഷൻ എ, തെന്മലയാണ് ഇന്ത്യയിലെ ആദ്യ ഇക്കോ ടൂറിസം പദ്ധതി. കൊല്ലം ജില്ലയിലാണ് അല്ലെ തെന്മല ഇക്കോ ടൂറിസം പദ്ധതി. എവിടെയാണ്? കൊല്ലം ജില്ലയിലാണ്. 1998 ഇത് വരുന്നത്. ടൂറിസത്തെ വ്യവസായമായിട്ട് അംഗീകരിച്ചിട്ടുള്ള ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് ഏത്? കേരളം. 1986 ടൂറിസത്തെ വ്യവസായമായിട്ട് അംഗീകരിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് കേരളം, 1986. ടൂറിസം സൂപ്പർ ബ്രാൻഡായ ഇന്ത്യയിലെ ഏക സംസ്ഥാനവും കേരളമാണ്. ടൂറിസം സൂപ്പർ ബ്രാൻഡായ ഇന്ത്യയിലെ ഏക സംസ്ഥാനം ഏതാണ്? കേരളം. ഇനി ഇന്ത്യയിലെ ആദ്യ പ്ലാസ്റ്റിക് രഹിത വിനോദസഞ്ചാര കേന്ദ്രമാകുന്നത് ഏതാണെന്ന് അറിയാമോ? അത് കോട്ടയം ജില്ലയിലെ കുമരകം. ക്ഷമിക്കണം. ഇന്ത്യയിലെ ആദ്യ പ്ലാസ്റ്റിക് രഹിത വിനോദസഞ്ചാര കേന്ദ്രമാകുന്നത് കോട്ടയം ജില്ലയിലെ കുമരകമാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നെഫ്രൈറ്റിസ് രോഗം ബാധിക്കുന്ന മനുഷ്യ ശരീരഭാഗം ഏതാണ്? നെഫ്രൈറ്റിസ് രോഗം ബാധിക്കുന്ന മനുഷ്യ ശരീരഭാഗം ഏതാണ്? വൃക്ക. ഓപ്ഷൻ ഡി, വൃക്ക. അണുബാധയോ വിഷബാധയോ മൂലം വൃക്കകൾക്കുണ്ടാകുന്ന വീക്കമാണ് എന്ത്? നെഫ്രൈറ്റിസ് എന്ന് പറയുന്നത്. അണുബാധയോ വിഷബാധയോ മൂലം വൃക്കകൾക്കുണ്ടാകുന്ന വീക്കമാണ് നെഫ്രൈറ്റിസ്. ഇനി കരളിനെ ബാധിക്കുന്ന അസുഖങ്ങളാണ് ഏതൊക്കെ? ഹെപ്പറ്റൈറ്റിസും ലിവർ സിറോസിസും. കരളിനെ ബാധിക്കുന്ന അസുഖങ്ങളാണ് ഹെപ്പറ്റൈറ്റിസും ലിവർ സിറോസിസും. തലച്ചോറിനെ ബാധിക്കുന്ന എന്ത്? മെനിഞ്ചൈറ്റിസ്. തലച്ചോറിനെ ബാധിക്കുന്ന അസുഖമാണ് മെനിഞ്ചൈറ്റിസ്. ഇനി ബ്രോങ്കൈറ്റിസ്, എംഫിസിമ, ക്ഷയം, ന്യൂമോണിയ, സാർസ് ഇതൊക്കെ എന്തിനാ ബാധിക്കുന്നത്? അത് ശ്വാസകോശത്തെ. ബ്രോങ്കൈറ്റിസ്, എംഫിസിമ, അർബുദം, ക്ഷയം, ന്യൂമോണിയ, സാർസ് മുതലായ രോഗങ്ങളൊക്കെ ബാധിക്കുന്നത് ശ്വാസകോശത്തെയാണ്. 58ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 2022 വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? 2022 വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് സ്വാന്തേ പേബോയ്ക്കാണ്. ഓപ്ഷൻ ഡി, സ്വാന്തേ പേബോ. 2023 വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ ലഭിച്ചത് ആർക്കാന്ന് നോക്കാം അല്ലെ. 2023 വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിക്കുന്നത് 2 പേർക്കാണ്. കാറ്റലിൻ കാരിക്കോ എന്ന് പറയുന്നതിനും ഡ്രൂ വെയ്സ്മാനും. ആർക്കൊക്കെയാണ്? കാറ്റലിൻ കാരിക്കോ എന്ന് പറയുന്ന ലേഡിക്കും ഡ്രൂ വെയ്സ്മാനുമാണ് 2023 വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ ലഭിക്കുന്നത്. COVID-19 ഫലപ്രദമായിട്ടുള്ള mRNA വാക്സിനുകൾ വികസിപ്പിക്കാൻ പ്രാപ്തമാക്കിയ ന്യൂക്ലിയോസൈഡ് ബേസ് കണ്ടുപിടുത്തത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. എന്തിനാണ്? COVID-19 ഫലപ്രദമായിട്ടുള്ള mRNA വാക്സിനുകൾ വികസിപ്പിക്കാൻ പ്രാപ്തമാക്കിയ ന്യൂക്ലിയോസൈഡ് ബേസ് കണ്ടുപിടുത്തത്തിനാണ് പുരസ്കാരം ലഭിച്ചത്.
നമുക്ക് 2023 വൈദ്യശാസ്ത്ര നോബലിനുള്ള ചെറിയൊരു കോഡ് നോക്കിയാലോ. നമ്മൾ ഡോക്ടർമാർക്ക് ചെല്ലുമ്പോഴേക്കും അവിടെ ഒരു വെയിറ്റ് മെഷീൻ ഉണ്ടാവും അല്ലെ. അപ്പൊ ഡോക്ടർ പറയും മിസ്റ്റർ കേറിക്കോ വെയിറ്റ് ഒന്ന് നോക്കട്ടെ എന്ന് പറയും അല്ലെ നമ്മളോട്. മിസ്റ്റർ കേറിക്കോ വെയിറ്റ് ഒന്ന് നോക്കട്ടെ, അതാണ് നമ്മുടെ കോഡ്. മിസ്റ്റർ കേറിക്കോ വെയിറ്റ് ഒന്ന് നോക്കട്ടെ. അതില് മിസ്റ്റർ നമുക്ക് കണ്ടുപിടുത്തം പറയാം, mRNA വാക്സിന്റെ. അതായത് മിസ്റ്റർ എന്ന് വെച്ചാൽ MR എന്നാണല്ലോ നമ്മൾ എഴുതുന്നത്. അപ്പോ mRNA വാക്സിനുകൾ വികസിപ്പിക്കാൻ പ്രാപ്തമാക്കിയ ന്യൂക്ലിയോസൈഡ് ബേസ് ആണെന്നുള്ളത് ഓർത്തു വയ്ക്കാം. പിന്നെന്താ, കേറിക്കോ. കേറിക്കോയെ നമുക്ക് ക്യാരിക്കോ ആയിട്ട് ഓർക്കാം. കാറ്റലിൻ കാരിക്കോയുടെ കേറിക്കോ ആയിട്ട് ഓർക്കാം. വെയിറ്റ് നോക്കാന്ന് പറയുന്നുണ്ട് അല്ലെ. അതിൽ വെയിറ്റ് നമുക്ക് വെയ്സ്മാനെ ഓർക്കാം, ഡ്രൂ വെയ്സ്മാൻ. വെയിറ്റ് എന്നുള്ളത് നമുക്ക് വെയ്സ്മാനെ ഓർക്കാം, ഡ്രൂ വെയ്സ്മാൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 59ാമത്തെ ക്വസ്റ്റ്യൻ. കുനോ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ്? കുനോ നാഷണൽ പാർക്ക് എവിടെയാണ്? മധ്യപ്രദേശിലാണ്. കുനോ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിലാണ്. നമീബിയയിൽ നിന്നും ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഒക്കെ ചീറ്റകളെ കൊണ്ടുവന്ന് പാർപ്പിച്ച ഇന്ത്യയിലെ ദേശീയോദ്യാനമാണ് ഏത്? കുനോ നാഷണൽ പാർക്ക്. മധ്യപ്രദേശിലെ മറ്റു പ്രധാന ദേശീയോദ്യാനങ്ങളൊക്കെ ഏതൊക്കെയാന്ന് നോക്കാം. മാധവ് നാഷണൽ പാർക്ക്, കൻഹ നാഷണൽ പാർക്ക്, സത്പുര നാഷണൽ പാർക്ക്, പന്ന നാഷണൽ പാർക്ക്. ഇതെല്ലാം എവിടെയാണ്? മധ്യപ്രദേശിലാണ്. ഏറ്റവും കൂടുതൽ നാഷണൽ പാർക്കുകളുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് ഏത്? മധ്യപ്രദേശ്. അപ്പൊ മധ്യപ്രദേശിലെ പ്രധാന നാഷണൽ പാർക്കുകളാണ് കുനോ നാഷണൽ പാർക്ക്, മാധവ് നാഷണൽ പാർക്ക്, കൻഹ നാഷണൽ പാർക്ക്, സത്പുര നാഷണൽ പാർക്ക്, പന്ന നാഷണൽ പാർക്ക് എന്നിവ. ഇനി തെലങ്കാനയിലെ പ്രധാനപ്പെട്ട നാഷണൽ പാർക്കുകളാണ് മൃഗവാണി, കാസു ബ്രഹ്മാനന്ദ റെഡ്ഡി, മഹാവീർ ഹരിണ വനസ്ഥലി. ഏതൊക്കെയാണ് തെലങ്കാനയിലെ നാഷണൽ പാർക്കുകൾ? മൃഗവാണി, കാസു ബ്രഹ്മാനന്ദ റെഡ്ഡി, മഹാവീർ ഹരിണ വനസ്ഥലി. സരിസ്കയും കിയോലാഡിയോയും സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സരിസ്ക നാഷണൽ പാർക്ക്, കിയോലാഡിയോ നാഷണൽ പാർക്ക്, ഇത് രണ്ടും രാജസ്ഥാനിലാണ്. ദുധ്വ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലാണ്. ദുധ്വ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. നമ്മൾ പറഞ്ഞല്ലോ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള ഇന്ത്യയിലെ സംസ്ഥാനമാണ് മധ്യപ്രദേശ്. ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? അത് ആൻഡമാൻ നിക്കോബാർ. കേന്ദ്രഭരണ പ്രദേശം ചോദിച്ചാല് ആൻഡമാൻ നിക്കോബാർ ആണ്. ദേശീയോദ്യാനങ്ങൾ ഇല്ലാത്ത ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്നറിയാമോ? ദേശീയോദ്യാനങ്ങൾ ഇല്ലാത്ത ഇന്ത്യൻ സംസ്ഥാനം പഞ്ചാബ്. ഏതാണ്? പഞ്ചാബ്. ഓക്കെ, അടുത്ത 60ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രാസസമവാക്യങ്ങൾ സമീകരിക്കപ്പെടുമ്പോൾ താഴെ പറയുന്നവയിൽ ഏത് ഗുണമാണ് സമീകരിക്കപ്പെട്ടിരിക്കുന്നത്? രാസസമവാക്യങ്ങൾ സമീകരിക്കപ്പെടുമ്പോൾ താഴെ പറയുന്നവയിൽ ഏത് ഗുണമാണ് സമീകരിക്കപ്പെട്ടിരിക്കുന്നത്? ഏതാണ്? പിണ്ഡം. ഓപ്ഷൻ എ പിണ്ഡമാണ്. എന്താണ് ഈ സമീകൃത രാസസമവാക്യം എന്ന് പറയുന്നത്? അതായത് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. എന്താണത്? നമ്മളിപ്പോ ഒരു രാസസമവാക്യം എഴുതുമ്പോൾ അഭികാരകങ്ങൾ, അതുപോലെ അഭികാരങ്ങളുടെ ഭാഗത്തും അതുപോലെ ഉൽപ്പന്നങ്ങളുടെ ഭാഗത്തുമുള്ള ഒരേ ഇനം ആറ്റങ്ങളുടെ എണ്ണം തുല്യമായിരിക്കണം. ഇങ്ങനെയുള്ള സമവാക്യങ്ങളെയാണ് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ, സമീകൃത സമവാക്യങ്ങൾ എന്ന് പറയുന്നത്. അതായത് ഞാൻ 61ാമത്തെ ക്വസ്റ്റിന്റെ അവിടെ എഴുതിയിരിക്കണം നോക്കിയേ. 2mg plus O. 2mg plus O2 gives 2mgO. നമ്മൾ അങ്ങനെ എഴുതിയാല് അതാണ് സമീകൃത സമവാക്യം എന്ന് പറയുന്നത്. നമ്മളിപ്പം mg plus O2 gives mgO എന്ന് എഴുതിയാൽ തെറ്റാണ്. 2mg plus O2 gives 2mgO. ഇവിടെ എത്ര mg ഉണ്ട്? മഗ്നീഷ്യം 2 എണ്ണം. നമ്മൾ ഈ ആരോ ചിഹ്നത്തിന് ശേഷം എത്രയുണ്ട്? മഗ്നീഷ്യം 2 ഉണ്ട്. അതുപോലെ ഓക്സിജൻ എത്ര ആറ്റം ഉണ്ട്? 2. ആരോ ചിഹ്നത്തിന് ശേഷവും ഓക്സിജൻ 2. അതായത് ഇവിടുത്തെ 2mgOയിലെ 2 ഓയ്ക്കും ബാധകമാണ്. അപ്പൊ അവിടെയും 2. അപ്പൊ രണ്ട് സൈഡിലെ ആറ്റങ്ങള് ഒരേ ഇനം ആറ്റങ്ങൾ തുല്യമായിട്ടാണ്. ഇതാണ് സമീകൃത രാസസമവാക്യം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത് താഴെ പറയുന്നതിൽ ഏത് ഗുണത്തിന്റെ അടിസ്ഥാനത്തിലാണ്? ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത് അറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിലാണ്. ആൻസർ ഓപ്ഷൻ സി, അറ്റോമിക നമ്പർ. 1913 ഇംഗ്ലീഷ് ശാസ്ത്രജ്ഞനായ
ഹെൻറി മോസ്ലിയാണ് ആധുനിക പീരിയോഡിക് നിയമം ആവിഷ്കരിക്കുന്നത്. 1913 ഇംഗ്ലീഷ് ഭൗതിക ശാസ്ത്രജ്ഞനായ ഹെൻറി മോസ്ലിയാണ് ആധുനിക പീരിയോഡിക് നിയമം ആവിഷ്കരിച്ചത്. എക്സ്റേ ഡിഫ്രാക്ഷൻ പരീക്ഷണത്തിലൂടെ ഈ ഹെൻറി മോസ്ലി ഒരാറ്റത്തിന്റെ പ്രധാനപ്പെട്ട അടിസ്ഥാന ഗുണം അറ്റോമിക മാസ് അല്ല, അറ്റോമിക നമ്പർ ആണെന്ന് വിവരിച്ചു. അങ്ങനെ മെൻഡലീവിന്റെ ആവർത്തന നിയമം പരിഷ്കരിച്ച് എന്ത് വന്നു? ആധുനിക ആവർത്തന നിയമം വന്നു. ഈ ആധുനിക ആവർത്തന നിയമത്തിൽ പറയുന്നത് എന്താണ്? മൂലകങ്ങളുടെ ഭൗതികവും രാസികവുമായിട്ടുള്ള ഗുണധർമ്മങ്ങൾ അവയുടെ അറ്റോമിക നമ്പറിന്റെ ആവർത്തന ഫലങ്ങളാണെന്നാണ്. ഒന്നുകൂടെ പറയാം. 1913 ഇംഗ്ലീഷ് ഭൗതിക ശാസ്ത്രജ്ഞനായ ഹെൻറി മോസ്ലിയാണ് ആധുനിക പീരിയോഡിക് നിയമം ആവിഷ്കരിക്കുന്നത്. പീരിയോഡിക് നിയമം ആവിഷ്കരിക്കുന്ന ആരാ? മെൻഡലീവ്. ആധുനിക പീരിയോഡിക് നിയമം ആവിഷ്കരിച്ചത് ഹെൻറി മോസ്ലി. അതുപോലെ ആവർത്തന പട്ടികയുടെ പിതാവ് മെൻഡലീവ് ആണ്. ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് ഹെൻറി മോസ്ലിയാണ്. ഇദ്ദേഹം എക്സ്റേ ഡിഫ്രാക്ഷൻ പരീക്ഷണത്തിലൂടെ ഒരു ആറ്റത്തിന്റെ പ്രധാനപ്പെട്ട അടിസ്ഥാന ഗുണം അറ്റോമിക മാസ് അല്ല, അറ്റോമിക നമ്പർ ആണെന്ന് വിവരിച്ചു. അങ്ങനെ എന്ത് ചെയ്തു? മെൻഡലീവിന്റെ ആവർത്തന നിയമം പരിഷ്കരിച്ച് ആധുനിക ആവർത്തന നിയമം കൊണ്ടുവന്നു. ഈ ആധുനിക ആവർത്തന നിയമത്തിൽ പറയുന്നത് മൂലകങ്ങളുടെ ഭൗതികവും രാസികവുമായ ഗുണധർമ്മങ്ങൾ അവയുടെ അറ്റോമിക നമ്പറിന്റെ ആവർത്തന ഫലങ്ങളാണെന്നാണ്. അപ്പൊ ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത് അറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിലാണ്. 62ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ്രാവകാവസ്ഥയിലുള്ള ലോഹമായ മെർക്കുറിയുടെ അയിര് താഴെ പറയുന്നതിൽ ഏതാണ്? ദ്രാവകാവസ്ഥയിലുള്ള ലോഹമായ മെർക്കുറിയുടെ അയിര് താഴെ പറയുന്നതിൽ ഏതാണ്? ഏതാണ്? സിനബാർ. മെർക്കുറിയുടെ അയിരാണ് സിനബാർ. അലൂമിനിയത്തിന്റെ അയിരാണ് എന്തൊക്കെ? ബോക്സൈറ്റും ക്രയോലൈറ്റും. അലൂമിനിയത്തിന്റെ അയിരാണ് ബോക്സൈറ്റും ക്രയോലൈറ്റും. ഇരുമ്പിന്റെ അയിരാണ് ഹെമറ്റൈറ്റും മാഗ്നറ്റൈറ്റും. ഇരുമ്പിന്റെ അയിര് ഏതൊക്കെയാണ്? ഹെമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്. ചെമ്പിന്റെ അയിരാണ്, അതായത് കോപ്പറിന്റെ അയിരാണ് കുപ്രൈറ്റും മാലക്കൈറ്റും. ചെമ്പിന്റെ അയിര് ഏതൊക്കെയാണ്? കുപ്രൈറ്റും മാലക്കൈറ്റും. ലെഡിന്റെ അയിരാണ് ഗലീന, ലിത്താർജ്. ഏതൊക്കെയാണ് ലെഡിന്റെ അയിര്? ഗലീന, ലിത്താർജ്. സിങ്കിന്റെ അയിര് ഏതൊക്കെയാണ്? കലാമിനും സിങ്ക് ബ്ലെൻഡും. സിങ്കിന്റെ അയിര് കലാമിൻ, സിങ്ക് ബ്ലെൻഡ്. ടൈറ്റാനിയത്തിന്റെ അയിരാണ് ഇൽമനൈറ്റ്, റൂട്ടൈല്. ടൈറ്റാനിയത്തിന്റെ അയിര് ഏതാണ്? ഇൽമനൈറ്റ്, റൂട്ടൈല്. യുറേനിയത്തിന്റെ അയിര് പിച്ച് ബ്ലെൻഡ്. യുറേനിയം, പിച്ച് ബ്ലെൻഡ്. തോറിയം, മോണോസൈറ്റ്. തോറിയത്തിന്റെ ഏതാണ്? മോണോസൈറ്റ്. ടിന്നിന്റെ അയിരാണ് കാസിറ്ററൈറ്റ്. ടിന്നിന്റെ അയിര് കാസിറ്ററൈറ്റ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 63. പ്രഷർ കുക്കറിൽ ആഹാര സാധനങ്ങൾ വേഗത്തിൽ പാകം ചെയ്യുവാൻ കഴിയുന്നത് താഴെ പറയുന്നതിൽ ഏത് കാരണം കൊണ്ടാണ്? പ്രഷർ കുക്കറിൽ ആഹാര സാധനങ്ങൾ വേഗത്തിൽ പാചകം ചെയ്യുവാൻ കഴിയുന്നത് താഴെ പറയുന്നതിൽ ഏത് കാരണം കൊണ്ടാണ്? ഏതാണ്? മർദ്ദം കൂടുമ്പോൾ ജലത്തിന്റെ തിളനില വർദ്ധിക്കുന്നത് കൊണ്ട്. ഓപ്ഷൻ ബി, മർദ്ദം കൂടുമ്പോൾ ജലത്തിന്റെ തിളനില വർദ്ധിക്കുന്നത് കൊണ്ട്. സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ ജലത്തിന്റെ തിളനില എത്രയാണ്? 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. സാധാരണ അന്തരീക്ഷ മർദ്ദത്തിലെ ജലത്തിന്റെ തിളനില എന്ന് പറയുന്നത് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. കുക്കറിനകത്ത് മർദ്ദം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കുക്കറിൽ ജലത്തിന്റെ തിളനില 120 ഡിഗ്രി സെൽഷ്യസ് ആണ്. കുക്കറിലെ ജലത്തിന്റെ തിളനില എത്രയാണ്? പ്രഷർ കുക്കറില് ജലത്തിന്റെ തിളനില 120 ഡിഗ്രി സെൽഷ്യസ് ആണ്. എന്താണ് കാരണം? കുക്കറിനകത്ത് മർദ്ദം കൂടുതലാണ് അല്ലെ? മർദ്ദം കൂടുമ്പോൾ എന്തും കൂടും? തിളനിലയും കൂടും. അപ്പോ അതുകൊണ്ടാണ് പ്രഷർ കുക്കറിൽ ആഹാര സാധനങ്ങൾ വേഗത്തിൽ പാചകം ചെയ്യുവാൻ കഴിയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 64ാമത്തെ ക്വസ്റ്റ്യൻ. ഏതൊരു പദാർത്ഥത്തിനും അതിന്റെ തന്നെ അവസ്ഥ തുടരുവാനുള്ള പ്രവണതയിൽ നിന്നാണ് ചലന നിയമങ്ങൾ ന്യൂട്ടൺ പ്രസ്താവിച്ചത്. താഴെ പറയുന്നവയിൽ ഏത് ഗുണമാണ്? ഏത് ഗുണമാണ്? ജഡത്വം അല്ലെ? ഓപ്ഷൻ സി, ജഡത്വം. എന്താണ് ഈ ജഡത്വം? ജഡത്വം എന്നാല് മാറ്റത്തിനുള്ള വിമുഖത. അതായത് ഒരു വസ്തുവിന്റെ ചലനാവസ്ഥയ്ക്കോ നിശ്ചലാവസ്ഥയ്ക്കോ സ്വയം മാറ്റം വരുത്തുവാനായിട്ട് വസ്തുവിന് സാധിക്കില്ല. ഈ കഴിവില്ലായ്മയാണ് എന്ത്? ജഡത്വം. എന്താണ്? ഒരു വസ്തുവിന്റെ ചലനാവസ്ഥയ്ക്കോ നിശ്ചലാവസ്ഥയ്ക്കോ സ്വയം മാറ്റം വരുത്തുവാനായിട്ട് വസ്തുവിന് സാധിക്കില്ല. ഈ കഴിവില്ലായ്മയാണ് ജഡത്വം.
അസന്തുലിത ബാഹ്യബലം പ്രയോഗിച്ചാൽ മാത്രമേ വസ്തുവിന്റെ ചലനാവസ്ഥയ്ക്കോ നിശ്ചലാവസ്ഥയ്ക്കോ മാറ്റം വരികയുള്ളൂ. അപ്പൊ ഈ ജഡത്വ നിയമം ആവിഷ്കരിച്ചത് ഗലീലിയോ ഗലീലിയാണ്. ജഡത്വ നിയമം ആവിഷ്കരിച്ച ആരാണ്? ഗലീലിയോ ഗലീലി. ഈ ഗലീലിയോ കണ്ടെത്തിയ ജഡത്വ നിയമമാണ് പിൽക്കാലത്ത് ഐസക് ന്യൂട്ടന്റെ ചലന നിയമങ്ങൾ രൂപീകരിക്കാൻ കാരണമായത്. ഏതാണ്? ഗലീലിയോ കണ്ടെത്തിയ ജഡത്വ നിയമമാണ് പിൽക്കാലത്ത് ഐസക് ന്യൂട്ടന്റെ ചലന നിയമങ്ങൾ രൂപീകരിക്കാൻ കാരണമായത്. ഓക്കെ, 65ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ആദ്യത്തെ പേപ്പർ രഹിത ഹൈക്കോടതി ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ പേപ്പർ രഹിത ഹൈക്കോടതിയാണ് കേരള ഹൈക്കോടതി. ഓപ്ഷൻ ബി, കേരള ഹൈക്കോടതി. 1956 നവംബർ 1 കേരള ഹൈക്കോടതി സ്ഥാപിതമായത്. എന്നാണ്? 1956 നവംബർ 1. കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം എവിടെയാണ്? എറണാകുളം. നിലവിലെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? നിലവിലെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ആശിഷ് ജിതേന്ദ്ര ദേശായി. AJ ദേശായി അഥവാ ആശിഷ് ജിതേന്ദ്ര ദേശായി. കേരള ഹൈക്കോടതിയുടെ 38ാമത് നിലവിലെ ചീഫ് ജസ്റ്റിസ് ആണ് അദ്ദേഹം. കേരള ഹൈക്കോടതിയുടെ ആദ്യ ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു? KT കോശി. ആരാണ്? KT കോശി ആയിരുന്നു കേരള ഹൈക്കോടതിയുടെ ആദ്യ ചീഫ് ജസ്റ്റിസ്. അടുത്ത ക്വസ്റ്റ്യൻ 66. സൂര്യന്റെ അന്തരീക്ഷത്തെ കുറിച്ച് പഠിക്കുവാൻ ISRO വിക്ഷേപിക്കുവാൻ തയ്യാറെടുക്കുന്ന സ്പേസ് ക്രാഫ്റ്റിന്റെ പേര് താഴെ പറയുന്നവയിൽ ഏതാണ്? സൂര്യന്റെ അന്തരീക്ഷത്തെ കുറിച്ച് പഠിക്കുവാനായിട്ട് ISRO വിക്ഷേപിച്ചല്ലേ ഇപ്പോ തയ്യാറെടുക്കുന്ന സ്പേസ് ക്രാഫ്റ്റിന്റെ പേരെന്താണ്? ആദിത്യ L1. ഓപ്ഷൻ എ, ആദിത്യ L1. സൂര്യനെ കുറിച്ച് പഠിക്കുന്ന ആദ്യത്തെ ബഹിരാകാശ അധിഷ്ഠിത ഇന്ത്യൻ ദൗത്യമാണ് ഏത്? ആദിത്യ L1 എന്ന് പറയുന്നത്. ആദിത്യ L1 എന്നാ വിക്ഷേപിച്ചത്? ആദിത്യ L1 വിക്ഷേപിച്ചത് 2023 സെപ്റ്റംബർ 2. എന്നാണ്? 2023 സെപ്റ്റംബർ 2 ആദിത്യ L1 വിക്ഷേപിക്കുന്നത്. ആദിത്യ L1 ഭൂമിയുടെ ഭ്രമണപഥത്തിൽ നിന്നും പുറത്തു കടന്നത് എന്നാ? 2023 സെപ്റ്റംബർ 30. സെപ്റ്റംബർ 2 വിക്ഷേപിച്ചു. സെപ്റ്റംബർ 30 ഭൂമിയുടെ ഭ്രമണപഥത്തിൽ നിന്നും പുറത്തു കടന്നു. ലഗ്രാഞ്ചെ പോയിന്റിൽ ഉള്ള ഹേലോ ഭ്രമണപഥത്തിൽ എത്തിയത് എന്നാ? ലഗ്രാഞ്ചെ പോയിന്റിലുള്ള ഹേലോ ഭ്രമണപഥത്തിൽ എത്തിയത് 2024 ജനുവരി 6. ലഗ്രാഞ്ചെ പോയിന്റിൽ എത്തിയത് എപ്പോഴാണ്? 2024 ജനുവരി 6. എന്താണ് ഈ ലഗ്രാഞ്ചെ പോയിന്റ് എന്ന് പറയുന്നത്? ഭൂമിയുടെയോ മറ്റു ഗ്രഹങ്ങളുടെയോ നിഴൽ തടസ്സം ഉണ്ടാവാതെ സദാസമയം സൂര്യനെ വീക്ഷിക്കാൻ സാധിക്കുന്ന പോയിന്റ് ആണ് ലഗ്രാഞ്ചെ പോയിന്റ്. എന്താണ്? ഭൂമിയുടെയോ മറ്റു ഗ്രഹങ്ങളുടെയോ നിഴൽ തടസ്സം ഉണ്ടാവാതെ സദാസമയം സൂര്യനെ വീക്ഷിക്കാൻ സാധിക്കുന്ന പോയിന്റ് ആണ് ലഗ്രാഞ്ചെ പോയിന്റ്. ആദിത്യ L1 വിക്ഷേപിച്ച സ്ഥലം സതീഷ് ധവാൻ സ്പേസ് സെന്റർ, ശ്രീഹരിക്കോട്ട. വിക്ഷേപണ വാഹനം PSLV C57. PSLV C57. ആദിത്യ L1 മിഷൻ ഡയറക്ടർ ഒരു മലയാളിയായിരുന്നു, SR ബിജു. ആദിത്യ L1 മിഷൻ ഡയറക്ടർ ആരാണ്? മലയാളിയായ SR ബിജു. പ്രൊജക്ട് ഡയറക്ടർ തമിഴ്നാട് സ്വദേശിയായ നിഗാർ ഷാജിയാണ്. പ്രൊജക്ട് ഡയറക്ടർ ആരാണ്? നിഗാർ ഷാജി. പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ആയിരുന്നു ഡോക്ടർ K ശങ്കര സുബ്രഹ്മണ്യൻ. ആദിത്യ L1 പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ആരായിരുന്നു? ഡോക്ടർ K ശങ്കര സുബ്രഹ്മണ്യൻ. അപ്പൊ ഓക്കെ ഫ്രണ്ട്സ്, ബാക്കി ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ ചെയ്യാം. താങ്ക് യു.